പലപ്പോഴും വിദ്യാഭ്യാസത്തിൽ എന്തിനാ ഇത് പഠിപ്പിക്കുന്നത്? ഏതൊരു സിനിമയിൽ ചോദിക്കും, എന്തിനാ പഠിക്കണമെന്ന് പറയും. ഇത് എന്തിനാ പഠിക്കണത് പോലും അറിയില്ല പിള്ളേർക്ക്. അത് പറയാൻ ടീച്ചേഴ്സിനും അറിയില്ല. അപ്പൊ എല്ലാത്തിനും ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഉണ്ടാവും. എന്തിനാണ് പഠിക്കുന്നത്? നമ്മുടെ എല്ലാ കോഴ്സുകളും എടുത്താൽ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ കുറെ പോപ്പുലേഷൻ, ലോകത്താകമാനം നോക്കിയാൽ പല വിഷയങ്ങൾക്ക്, ഞാൻ വിഷയങ്ങളുടെ പേര് പറയുന്നില്ല, കാരണം അത് പഠിക്കുന്നവർക്ക് വിഷമമുണ്ടാവേണ്ട, അത് പഠിപ്പിക്കുന്നവർക്ക് വിഷമമുണ്ടാവും. പല കോഴ്സുകളിലും ഇൻക്ലൂഡിംഗ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ 4% കുറവാണ് ഇന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. പിന്നെ എന്തിനാ പഠിക്കണം? എന്തിനാ പഠിക്കണേ? എന്തിനാ പഠിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ, 10ാം ക്ലാസ്സിൽ കുറെ കുട്ടികൾ തോറ്റിരുന്നെങ്കിൽ, 12ാം ക്ലാസ്സിൽ കുറെ കുട്ടികൾ തോറ്റിരുന്നെങ്കിൽ, കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ, നമ്മുടെ തൊട്ടടുത്ത ടൗണിൽ എത്ര പിള്ളേര് പണിയില്ലാണ്ട് തന്നെ ഉണ്ടാവും. അവരൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കും, സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അവരെയൊക്കെ കൂട്ടിയിടാനുള്ള ഗവൺമെന്റിന്റെ ഒരു സെറ്റപ്പാണ്, സോഫ്റ്റ് ജയിലാണ് വിദ്യാഭ്യാസം. അവിടെ നിൽക്കുന്ന മാഷന്മാര് പഠിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മാടന്മാരായിട്ടിരുന്നാൽ മതി. അവരാ 4 കൊല്ലെങ്കിലും കൂട്ടിയിടാറോ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത്. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെയെങ്കിലും ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടക്കും. പല സ്ഥലത്തും പറയാറുണ്ട് ക്യാമ്പസ് സെലക്ഷൻ നല്ലപോലെയാണ്. ഞാൻ വരുന്ന വഴിക്കേ കണ്ടു, എല്ലാ പെണ്ണും ഒരാണിനെയോ ഒരാണ് പെണ്ണിനെയോ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അതാണ് ക്യാമ്പസ് സെലക്ഷൻ. അതൊക്കെ അസലായിട്ട് നടക്കണ്ടാവും, പക്ഷെ ജോലിയൊന്നും കിട്ടില്ല. അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് എംപ്ലോയബിൾ ആയിട്ടുള്ള, ജോലി കിട്ടാൻ സാധ്യതയുള്ള